ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ചൂരക്കറിയാണ്. നന്നായി വൃത്തിയാക്കിയെടുത്ത് 1 കിലോ ചൂരയാണ്. ആവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള ഒരെണ്ണം ചെറുതാണ് എടുത്തേക്കുന്നത്, തക്കാളി ഒരെണ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി ഒരു 3 കഷ്ണം എടുത്തേക്കുന്നത്, തക്കാളി ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അത് പുളി കുറവായിരിക്കും, അതിന് വേണ്ടിയാണ് കുടംപുളിയും കൂടെ ചേർത്തേക്കുന്നത്. വേണ്ടത് മുളക് പൊടി ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും. സ്റ്റൗ കത്തിച്ചു, അതിലേക്ക് മൺചട്ടി എടുത്ത് വെക്കുക. ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഓയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞാൽ ഉപയോഗിക്കാം. ഞാനൊരു പ്രവാസി ആയതുകൊണ്ടാണ് സവാള ഇടുന്നത്. ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള സമയക്കുറവ് കാരണമാണ്. നിങ്ങൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിയാതെ നോക്കണം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി നന്നായി വഴറ്റി കൊടുക്കുക, കരിയാതെ നോക്കണം. ഇനി അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക, കരിയാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഏകദേശം ഈ പരുവമായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഇത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ കുടംപുളിയും കൂടെ ചേർക്കുക. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര അതിലോട്ടിടുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക. അതിൽ നിന്ന് അങ്ങോട്ട് വേകട്ടെ.
നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിരുന്ന് വേകുമ്പോഴത്തേക്കിനി നമുക്കിനി കോക്കനട്ട് മിൽക്ക് റെഡിയാക്കാം. അതിന് എടുത്തിരിക്കുന്നത് മാഗിയുടെ മിൽക്ക് പൗഡറാണ്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലും. ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ മിൽക്ക് പൗഡർ ഇടുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. കോക്കനട്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെന്തോന്ന് നോക്കാം. മീൻ തിളച്ച് മറിയുന്നുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല മണവുമുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി അല്പം കറിവേപ്പില ഇടുക. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചൂരക്കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഞാൻ പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്യുകയാണ്. തലയെടുത്ത് അങ്ങോട്ട് വെക്കാം. പെയിൻ ചൂരക്കറിയാണ്, അന്യ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ചെയ്തവർ മറ്റുള്ളവർക്ക് എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.